പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്നത്തെ ചോദ്യപേപ്പർ 10ാം തരം പ്രാഥമിക പരീക്ഷ 2022 പൊതുപരീക്ഷയുടെ 6ാമത്തെ ഘട്ടത്തിലെ ചോദ്യപേപ്പറാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്കും കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കോവിഡ്-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം പഞ്ചാബ്. ഏതാണ്? കോവിഡ്-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? പഞ്ചാബാണ്. ഉത്തരം പഞ്ചാബാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യമാണ്, മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഒന്ന്, രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു എന്നുള്ളത് ശരിയാണല്ലോ. അപ്പൊ നമ്മൾ ഒന്നാമത്തത് ശരിയാണ്. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ഓക്കെ. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത് അല്ലെ? അത് തെറ്റാണ്. ഓക്കെ. അടുത്തത്, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ് ആണല്ലോ. അപ്പം 3ഉം ശരിയാണ്. ഒന്നാമത്തത് ശരിയാണ്, മൂന്നാമത്തത് ശരിയാണ് അല്ലെ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഏതെന്ന് പറയുന്നത്? ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഏതാണ്? ഗ്ലോബുലിൻ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതും ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ് എന്നുള്ളതും. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. 1ഉം 3ഉമാണ് ശരി. അന്നപ്പോ ഓപ്ഷൻസ് 1ഉം 3ഉം വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ഏത് രക്താണുക്കളാണ്? അരുണ രക്താണുക്കളാണ്. ഏതാണ്? എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് അരുണ രക്താണുക്കളാണ്. ഓക്കെ അല്ലെ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ സീറം എന്നാണ് വിളിക്കുന്നത്. എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറം. എന്താണ്? സീറം. ഓക്കെ. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയിലെ ഇരുമ്പ് ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. എത്രയാണ്? 4 ആണ്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയിലെ ഇരുമ്പ് ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ അല്ലെ? മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചായം എന്ന് പറയുന്നത് ഇവാൻസ് ബ്ലൂ എന്ന് പറയുന്ന നിറമാണ്. ഇവാൻസ് ബ്ലൂ എന്ന് പറയുന്ന നിറമാണ്. ഓക്കെ അല്ലെ? രക്തനിവേശന മാർഗം അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ഹ്യൂമൻ ബ്ലഡ് കണ്ടെത്തിയത് ജെയിംസ് ബ്ലണ്ടൽ ആണ്. ആരാണ്? ജെയിംസ് ബ്ലണ്ടൽ ആണ് കണ്ടെത്തിയത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം, യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് യശ്പാൽ ശർമ്മ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പറയാം. 2023 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് എന്ന് ചോദിച്ചാൽ സലീം ദുറാനിയാണ്. സലീം ദുറാനി. 2023 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സലീം ദുറാനി. സലീം ദുറാനി. ഓക്കെ. ബിഗ് ബാഷ് ലീഗിൽ, ഓസ്ട്രേലിയയിലെ ബിഗ് ബാഷ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഉന്മുക്ത് ചന്ദ്. ആരാണ്? ഉന്മുക്ത് ചന്ദ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മണിപ്പൂരാണ്. ഉത്തരം മണിപ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂരാണ്. ഓക്കെ അല്ലെ? ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ കുശിനഗറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായിരിക്കുന്നത്. ഓക്കെ അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജി ആരാണെന്ന് ചോദിച്ചാൽ ജോയിത മണ്ഡലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജി. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ VS പ്രിയയാണ്. ഡോക്ടർ VS പ്രിയ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പൈലറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ആദം ഹാരിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ട്രാൻസ്ജെൻഡർ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 പോയിന്റുകൾ നമ്മൾ അഡീഷണൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അഞ്ചാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം എന്താ? 2019 ജൂലൈ 22-നായിരുന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22. ഓക്കെ. ചാന്ദ്രയാൻ 2ന്റെ ആകെ ചെലവ് എന്ന് പറയുന്നത്
978 കോടിയാണ്. 978 കോടിയാണ്. ഓക്കെ അല്ലേ? 2019 സെപ്റ്റംബർ 7 ചന്ദ്രന്റെ 2.1 കിലോമീറ്റർ അടുത്തുവരെ എത്തിയ ചന്ദ്രയാൻ 2 മുൻ നിശ്ചയിച്ച പാതയിൽ നിന്ന് മാറുകയും വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടമാവുകയുമായിരുന്നു ചെയ്തത്. ഓക്കെ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യമാണ് ഏത്? ഇന്ത്യ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തക ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം KB റാബിയയാണ്. KB റാബിയയ്ക്കാണ് 2022 പത്മശ്രീ അവാർഡ് ലഭിച്ച, കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹിക പ്രവർത്തക. ഓക്കെ, KB റാബിയയുടെ ആത്മകഥയുണ്ട്. ആത്മകഥയുടെ പേരാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്നുള്ളതാണ് KB റാബിയയുടെ ആത്മകഥ. എന്താണ്? സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? 2025 അപ്പൊ അഡീഷണലി നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാ. 2025 പത്മശ്രീ നേടിയ മലയാളികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 2025 പത്മശ്രീ നേടിയ മലയാളികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 പേരാണ്. ഒന്ന് IM വിജയൻ, കായിക താരമായ, ഫുട്ബോൾ താരമായ, കേരളത്തിന്റെ കറുത്തമുത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന IM വിജയനും പിന്നെ ഓമനക്കുട്ടിയമ്മ, സംഗീത അധ്യാപികയും സംഗീതജ്ഞയുമായ K ഓമനക്കുട്ടി അമ്മയ്ക്കുമായിരുന്നു കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ചത്. ഓക്കെ, പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചത് അന്തരിച്ച സാഹിത്യകാരനായ MT വാസുദേവൻ നായർക്കാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ അവാർഡ് 2025 ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പത്മഭൂഷൺ നേടിയ മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. നടി ശോഭന, ഹോക്കി താരം PR ശ്രീജേഷ്, പിന്നെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്നിവർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. ഒന്നുകൂടെ പറയാം, പത്മഭൂഷൺ ലഭിച്ചത് നടി ശോഭനയ്ക്ക്, 2 ഹോക്കി താരം PR ശ്രീജേഷിന്, പിന്നെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്. ഇങ്ങനെ 3 പേർക്കാണ് പത്മഭൂഷൺ 2025 ലഭിച്ചത് അല്ലെങ്കിൽ ലഭിക്കുകയുണ്ടായത്. മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? 7ാമത്തെ ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് രണ്ടാമത്തെ മുഖ്യമന്ത്രി? പട്ടം താണുപിള്ളയാണ് രണ്ടാമത്തെ മുഖ്യമന്ത്രി. ഓക്കെ അല്ലേ? അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള. എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് ആര്? പട്ടം താണുപിള്ള. ഓക്കെ അല്ലേ? അദ്ദേഹം പഞ്ചാബിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ഗവർണർ ആയിരുന്നു. എന്താണ്? പഞ്ചാബിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ഗവർണർ ആയിരുന്നു. ഓക്കെ അല്ലേ? ആന്ധ്രാപ്രദേശിലായിരുന്നു പട്ടം താണുപിള്ള ഗവർണറായി കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചത്. ഓക്കെ, പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിലാണ് കേരളത്തിന്റെ ആദ്യ ഉപമുഖ്യമന്ത്രിയായി R ശങ്കർ ചുമതല വഹിച്ചത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ എന്തായിരുന്നു? ഉപമുഖ്യമന്ത്രി ആയിരുന്നത് ആരായിരുന്നു? R ശങ്കർ ആയിരുന്നു. 8ാമത്തെ ചോദ്യം എന്താണ്? 8ാമത്തെ ചോദ്യം പറയുന്നത് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് എന്നുള്ളതാണ് ചോദ്യം. കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരാണ് കൊഴിഞ്ഞ ഇലകൾ അല്ലെ? EMS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു ആര്? ജോസഫ് മുണ്ടശ്ശേരി അല്ലെ? മലയാളത്തിലെ സാഹിത്യകാരനും സാഹിത്യ നിരൂപകനുമായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. കൊച്ചി പ്രജാമണ്ഡലത്തിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ഓക്കെ അല്ലേ? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ കുസാറ്റിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു എന്ന് ചോദിച്ചാലും ഉത്തരം ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. 1971 മുതൽ 1974 വരെയുള്ള കാലഘട്ടത്തിൽ കുസാറ്റിന്റെ വൈസ് ചാൻസലർ ആയിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
9ാമത്തെ ചോദ്യം നോക്കിക്കേ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന് അറിയപ്പെടുന്നത്. AR രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് AR രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മരക്കാർ അറബിക്കടലിന്റെ സിംഹം. മരക്കാർ അറബിക്കടലിന്റെ സിംഹം. സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രിയദർശനാണ്. ഓക്കെ അല്ലേ? ഇപ്പോ ഈ തൊട്ടടുത്ത് 2025 എന്താണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. നമുക്കറിയാം മികച്ച നടനായിട്ട്, അതായത് 2024 സിനിമ വെച്ച് 2025 പ്രഖ്യാപിക്കുന്നത്. അപ്പം അതില് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമായിരുന്നു. മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും. ഷാരൂഖ് ഖാൻ ജവാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനും വിക്രാന്ത് മാസി 12th ഫെയിൽ എന്ന് പറയുന്ന ചിത്രത്തിനുമായിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടത്. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റാണി മുഖർജിയാണ്. മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ആര്? വിജയരാഘവൻ. ചിത്രം ഏതാണ്? പൂക്കാലം എന്ന ചിത്രത്തിനാണ്. ഓക്കെ. മികച്ച സഹനടന്മാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് വിജയരാഘവനും, 2 പാർക്കിംഗ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മുത്തുപേട്ടെ സോമു ഭാസ്കറിനുമായിരുന്നു മികച്ച സഹനടന്മാർക്കുള്ള അവാർഡുകൾ ലഭിച്ചത്. മികച്ച സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാളിയായ ഉർവശിക്കാണ്. ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ചിത്രത്തിനാണ് ഉർവശിക്ക് മികച്ച സഹനടിയായിട്ടുള്ള അവാർഡ് ലഭിച്ചത്. ഓക്കെ. പിന്നെ ജാനകി ബോഡിവാലയ്ക്കും മികച്ച സഹനടിയായിട്ടുള്ള അവാർഡ് ഉർവശിക്കൊപ്പം ലഭിക്കുകയുണ്ടായി. മികച്ച മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ഏതു തന്നെയാണ്? ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ചിത്രമാണ്. ഏതാണ്? ഉള്ളൊഴുക്ക്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ അക്ഷാംശം ഏതാണ്? അക്ഷാംശ സ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ ഉള്ളതാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഉത്തരം ഏതാണ്? ഉത്തരം A ആണ്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. ഓക്കെ. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെ. ഓക്കെ. ക്ലിയർ അല്ലേ? ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി. 82.5 പൂർവ്വ രേഖാംശമാണ്. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്ന് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഇന്ത്യയുടെ 82 ഡിഗ്രി പൂർവ്വ രേഖാംശ രേഖ കടന്നു പോകുന്നത്. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണെന്ന് ചോദിച്ചാലും 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശ രേഖയാണ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കണം. ക്ലിയർ അല്ലേ? 12ാമത്തെ ചോദ്യമാണ്. ലഡാക്കിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ജനവാസ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉത്തരം ദ്രാസ് ആണ്. ഓക്കെ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3300 മീറ്റർ ഉയരത്തിലാണ് ദ്രാസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3300 മീറ്റർ ഉയരത്തിലാണ് ദ്രാസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ലഡാക്കിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നതും ദ്രാസ് ആണ്. ഏതാണ്? ദ്രാസ് ആണ്. ക്ലിയർ. 13ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ശീത മരുഭൂമി ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ലഡാക്ക് ആണ്. ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ഏതാണ്? ലഡാക്ക്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? ലഡാക്ക്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏതാണ്? ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? ലഡാക്ക്. ഏതാണ്? ലഡാക്ക്. ഓക്കെ അല്ലേ? ലഡാക്കില് ഒരു ചുരമുണ്ട്. ആ ചുരത്തിന്റെ പേര് ഏതാണ്? ചാംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ലഡാക്ക്. ചാംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ലഡാക്കാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 14. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഉത്തരം ഏതാണ്? നേപ്പാൾ ആണ്. ഏതാണ്? നേപ്പാൾ. ഓക്കെ അല്ലേ?
എവറസ്റ്റ് കീഴടക്കിയ മലയാളിയായ സർക്കാർ ജീവനക്കാരനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് എവറസ്റ്റ് കീഴടക്കിയ മലയാളിയായ സർക്കാർ ജീവനക്കാരൻ. ഓക്കെ. പിന്നെ 1852 എവറസ്റ്റ് കൊടുമുടിയാണ് ലോകത്ത് ഏറ്റവും ഉയരം കൂടിയതെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ആര്? രാധാനാഥ് സിക്ദർ. ആരാണ്? രാധാനാഥ് സിക്ദർ ആണ്. ക്ലിയർ. അടുത്ത ചോദ്യം, നാഷണൽ വാട്ടർവേസ് 1, ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് എവിടേക്കാണെന്ന് നമുക്കറിയാം. ഏതാ? അലഹബാദ് ഹാൽഡിയ. അലഹബാദ് ഹാൽഡിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? നാഷണൽ വാട്ടർവേസ് എത്ര? 1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേശീയ ജലപാത 1 അലഹബാദിനെയും ഹാൽഡിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഇന്ത്യയിലെ ആകെ ജലപാതകളുടെ എണ്ണം എന്ന് പറയുന്നത് 111 ആണ്. ഇന്ത്യയിലെ ആകെ ജലപാതകളുടെ എണ്ണം എന്ന് പറയുന്നത് 111. ഇന്ത്യയിലെ ആകെ ജലപാതകളുടെ എണ്ണം എന്ന് പറയുന്നത് 111 ആണ്. ഓക്കെ അല്ലേ? അതില് NW3 എന്ന് പറയുന്നത്, നാഷണൽ വാട്ടർവേസ് 3 എന്ന് പറയുന്നത് കൊല്ലം കോഴിക്കോടാണ് NW3 അല്ലെ? കൊല്ലം മുതൽ കോട്ടപ്പുറം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. NW3 കൊല്ലം കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാലും NW3 ആണ്. NW8 എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരിയാണ്. NW8 ആലപ്പുഴ ചങ്ങനാശ്ശേരി. NW9 എന്നറിയപ്പെടുന്നത് ആലപ്പുഴ കോട്ടയം. NW15 എന്ന് പറയുന്നത് കോട്ടയം വൈക്കമാണ്. NW13 എന്ന് പറയുന്നത് പൂവാർ മുതൽ ഇരയിമ്മൻതുറൈ വരെയുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? പൂവാർ മുതൽ ഇരയിമ്മൻതുറൈ വരെയുള്ള NW13 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കർണാടക. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടക. എവിടെയാണ്? കർണാടക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഓക്കെ. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് ആവശ്യമായ ജലം ഏത് നദിയിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഭദ്രാവതി നദിയിൽ നിന്നാണ്. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് ആവശ്യമായ ജലം ഭദ്രാവതി നദിയിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തുടക്കത്തില് മൈസൂർ ഇരുമ്പുരുക്ക് ശാല എന്നറിയപ്പെട്ടിരുന്നത് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ്. തുടക്കത്തില് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയുടെ പേര് എന്ന് പറയുന്നത് മൈസൂർ ഇരുമ്പുരുക്ക് ശാലയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക, ക്ലിയർ ആക്കുക. ഓക്കെ അല്ലേ? 17. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉത്തരം ലിഗ്നൈറ്റ് ആണ്. ഏതാണ്? ലിഗ്നൈറ്റ്. ഓക്കെ. താപോർജ ഉൽപാദനത്തിലും ഇരുമ്പയിരിന്റെ ഉരുക്കൽ പ്രക്രിയയ്ക്കും ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രധാന ധാതു ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൽക്കരിയാണ്. താപോർജ ഉൽപാദനത്തിലും ഇരുമ്പയിരിന്റെ ഉരുക്കൽ പ്രക്രിയയ്ക്കും ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രധാന ധാതുവാണ് ഏത്? കൽക്കരി. ഏതാണ്? കൽക്കരി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി, ഝാരിയാണ് അല്ലെ? ഝാരിയ അല്ല, ഝാരിയ എന്നാ പറയാം. ഝാരിയ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഝാരിയ അല്ലെ? ഓക്കെ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരിപ്പാടമായ റാണിഗഞ്ച്, ഫസ്റ്റ് കൽക്കരിപ്പാടമായ റാണിഗഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡിലെ ധൻബാദ് ആണ്. കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ധാർഖണ്ഡിലെ ധൻബാദ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എവിടെയാണ് ഖനനം ചെയ്തെടുത്തത്? ദിഗ്ബോയിലാണ്. എവിടെയാണ്? ദിഗ്ബോയ്. ഓക്കെ. ദിഗ്ബോയ് അസമിലാണ്. ദിഗ്ബോയ് കമ്മീഷൻ ചെയ്യപ്പെട്ട വർഷം 1901 ആണ്. 1901 അസമിലെ ദിഗ്ബോയ് കമ്മീഷൻ ചെയ്തത്. അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് അസമിലെ ദിഗ്ബോയിലാണ് എന്ന് മനസ്സിലാക്കുക. 1901 ദിഗ്ബോയ് കമ്മീഷൻ ചെയ്യപ്പെട്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
അടുത്ത ചോദ്യം, കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് എവിടെ മുതൽ എവിടൊക്കെ തൊട്ടാ? റോഹ മുതൽ മംഗലാപുരം വരെ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? കൊങ്കൺ റെയിൽവേ. റോഹ മംഗലാപുരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്, ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതാണ്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ എന്താണ്? ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അത് ശരിയാണല്ലോ. അപ്പം ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ വാദാർഹമായതാണ് അല്ലെ? അപ്പൊ അതും ശരിയാണ്. പിന്നെ സ്വത്തവകാശത്തെ ഒഴിവാക്കി, നമുക്കറിയാം സ്വത്തവകാശത്തെ ഒഴിവാക്കി എന്നുള്ള കാര്യം അറിയാമല്ലോ. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതെന്താണ്? അത് തെറ്റാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം എന്താണ് ഉത്തരം എന്ന് പറയുന്നത് 1, 3, 4 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിട്ടുള്ളത് റഷ്യയിൽ നിന്നല്ല. എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് അനുച്ഛേദം 31. സ്വത്തവകാശം അനുച്ഛേദം 31 ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യമാണ്. അതും ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ശരിയാണല്ലോ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ 1 അതിൽ വരത്തില്ല. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതും മൗലിക കടമകളിൽ പെടുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം നമുക്ക് വരത്തില്ല. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം എന്ന് പറയുന്നത് ഏതിൽ വരത്തില്ല? മൗലിക കടമകളിൽ വരുന്നതല്ല. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതും ഏതിൽ വരത്തില്ല? മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതായതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതൊക്കെ വരും? 3ഉം 4ഉം വരും. 3ഉം 4ഉം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് എവിടെ നിന്നാണ്? മൗലിക കടമകളാണ്, മൗലിക അവകാശമല്ല. മൗലിക കടമകൾ എവിടെ നിന്നാണ്? റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കിയ ഭേദഗതിയാണ് 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭരണഘടനാ ഭേദഗതി 1976. ഓക്കെ. മൗലിക കടമകൾ നിലവിൽ വന്നത് 1977 ജനുവരി 3-ന്. 1977 ജനുവരി 3-നാണ് മൗലിക കടമകൾ നിലവിൽ വന്നത്. ക്ലിയർ അല്ലേ? പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക, മനസ്സിലാക്കുക. 23ാമത്തെ ചോദ്യം നോക്കിക്കേ. ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 23ാമത്തെ ചോദ്യം, ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലെ? ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതെന്താണ്? അത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എന്താണ് ഓപ്ഷൻ സി പറയുന്നത്? ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ. ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ ഏതൊക്കെ ഭാഷകളുടെ മിശ്രമാണ്? സംസ്കൃതവും ബംഗാളിയും ചേർന്ന മിശ്ര ഭാഷയായിട്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിച്ചിരിക്കുന്നത്. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് രാഗമല്ല? ശങ്കരാഭരണം രാഗമല്ല, ദേശരാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദേശരാഗം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത് അല്ലെ? ദുർഗേശ നന്ദിനി അല്ല. ക്ലിയർ ആണല്ലോ?
അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യമാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഏതാണ് ശരിയല്ലാത്തവ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം അല്ലെ. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പൊ ഇത് ഏതാണ് തെറ്റാണ് അല്ലെ. അപ്പൊ അത് ശരിയല്ലാത്തവയിൽ വരും. ഓപ്ഷൻ 1 വരും. ഇന്ത്യൻ ഭരണഘടനയിലൂടെ വകുപ്പ് 21A ഉൾപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പൊ അത് ശരിയാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്നു. അപ്പൊ ഇത് വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നമ്മുടെ ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 മാത്രമാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി മാത്രമാണ് വരുന്നത്. ക്ലിയർ അല്ലേ? വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ആക്ട് നമ്പർ എന്ന് പറയുന്നത് ആക്ട് 35/2009. ആക്ട് 35/2009 ആണ്. ഏതാണ്? ആക്ട് 35/2009 ആണ്. ക്ലിയർ അല്ലേ? വിദ്യാഭ്യാസ അവകാശ നിയമം 2009 സെക്ഷൻ 1 ചാപ്റ്റർ 1 പ്രകാരം നിയമം അറിയപ്പെടുന്നത് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശം എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു എന്ന് പറയുന്നു. അത് ശരിയാണല്ലോ. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ അത് തെറ്റാണ് അല്ലെ. അടുത്തത് ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പറയുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ഓപ്ഷൻ 3 ഓപ്ഷൻ 1 ഓപ്ഷൻ 3 വരുന്നത് നമ്മുടെ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ എന്താ 1993 സെപ്റ്റംബർ 28 പാസാക്കിയ മനുഷ്യാവകാശ നിയമത്തിലെ ആകെ ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് 8 ആണ്. 1998 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ നിയമം പാസാക്കുന്നത്. അതിലെ ചാപ്റ്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. എത്രയാണ്? 8 ആണ്. ക്ലിയർ അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 144-33 എന്നുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്ര ചോദ്യങ്ങളായി? 25 ചോദ്യങ്ങളായി. 26ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഉള്ളതാണ് ചോദ്യം. തിരശ്ചീനമായി മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. അത് ശരിയാണല്ലോ. അപ്പൊ അത് ശരിയാണ്. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അത് ശരിയാണ് അല്ലെ. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ 3600 × 2400 ആണെന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റാണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത് എന്ന് പറയുന്നു. അത് ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ ഏതൊക്കെയാ? 1, 2, 4. 1, 2, 4 വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 6300 4200. 6300 മുതൽ 6300 × 4200 മില്ലിമീറ്റർ ആണ്. ഓക്കെ. അതില് VVIPകളുടെ വിമാനത്തിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എന്ന് പറയുന്നത് 450 × 300. 450 × 300 മില്ലിമീറ്ററും മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എന്ന് പറയുന്നത് 150 × 100 മില്ലിമീറ്ററും ആണ്. ഓക്കെ അല്ലേ? ദേശീയ പതാക ഇന്ത്യയുടെ യശസ്സിനും ദേശീയതയ്ക്കും കോട്ടം വരാത്ത രീതിയിൽ ഏതു സമയത്തും ഉയർത്തുവാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള ഉത്തരവിന് കാരണക്കാരനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നവീൻ ജിൻഡാൽ ആണ്. ആരാണ്? നവീൻ ജിൻഡാൽ ആണ്. ഓക്കെ. 27ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. 1 ഭാഗ്യവിധാത എന്നായിരുന്നു ആദ്യ നാമം എന്ന് പറയുന്നു. അതെന്താണ്? തെറ്റാണ്. അപ്പൊ ശരിയല്ലാത്തവയിൽ 1 ഭാഗ്യവിധാത എന്നുള്ളത് തെറ്റാണ്. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണെന്ന് പറയുന്നു. അതെന്താണ്? അത് ശരിയാണ്.
26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റാണ് അല്ലെ. മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത്, ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ഓപ്ഷൻ 3 ഓപ്ഷൻ 4 വരുന്നത്, ഓപ്ഷൻ 1 ഓപ്ഷൻ 3 ഓപ്ഷൻ 4 വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ. ദേശീയ ഗാനമായി ജനഗണമനയെ അംഗീകരിച്ചത് 1950 ജനുവരി 24 ജനുവരി 24 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കൊൽക്കത്ത സമ്മേളനമാണ്. ഏതാണ്? കൊൽക്കത്ത സമ്മേളനം 1911 ഓക്കെ. 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് BN ധർ ആയിരുന്നു. BN ധർ ആണ്. ഓക്കെ. ദേശീയ ഗാനത്തിന്റെ ഹിന്ദി പരിഭാഷ തയ്യാറാക്കിയത് ക്യാപ്റ്റൻ ആബിദ് അലിയാണ്. ക്യാപ്റ്റൻ ആബിദ് അലിയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യമാണ് 28ാമത്തെ ചോദ്യം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം സുഷമ സിംഗും ദീപക് സന്ധുവുമാണ്. സുഷമ സിംഗും ദീപക് സന്ധുവുമാണ്. ഓക്കെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിത എന്ന് പറയുന്നത് അറിയപ്പെട്ടത് പത്മ ബാലസുബ്രഹ്മണ്യൻ ആയിരുന്നു. 2005 മുതൽ 2008 വരെ പത്മ ബാലസുബ്രഹ്മണ്യൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗമായിരുന്നു. ഓക്കെ അല്ലേ? നമുക്കറിയാം വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരാവകാശ നിയമത്തിൽ ആകെ ചാപ്റ്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6ഉം ആകെ വകുപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 31ഉം ആകെ ഷെഡ്യൂളുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 2ഉമാണ്. ഓക്കെ അല്ലേ? ഓക്കെ. 2019 ഒക്ടോബർ 24 വിവരാവകാശ നിയമത്തിന്റെ പുതിയ ഭേദഗതി നിലവിൽ വന്നു. പുതിയ ഭേദഗതി നിലവിൽ വന്നത് വിവരാവകാശ നിയമത്തിന്റെ പുതിയ ഭേദഗതി നിലവിൽ വന്നത് 2019 ഒക്ടോബർ 24 ക്ലിയർ അല്ലേ? 29ാമത് ചോദ്യമാണ് ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ് ചോദ്യം. MKSS എന്ന് പറയുന്നത് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. ഏതാ? MKSS. ഏതാണ്? MKSS എന്ന് പറയുന്ന പ്രസ്ഥാനം. ഓക്കെ. അപ്പൊ അത് ശരിയാണ് അല്ലെ? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണല്ലോ MKSS എന്ന് പറയുന്നത്. അത് വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. അപ്പൊ അത് ശരിയാണ്. സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്? നിയമപരമായിട്ടുള്ള അവകാശമാണ്, മൗലികാവകാശമല്ല. ഇപ്പം നിയമപരമായിട്ടുള്ള അവകാശമാണ്. അപ്പൊ അതും ശരിയാണ്. ബഹുമതികൾ റദ്ദാക്കൽ എന്ന് പറയുന്നത് മൗലികാവകാശത്തിൽ വരുന്നത് കൊണ്ട് നമുക്ക് അതും ശരിയാണെന്ന് പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A പറയുന്നത് മൗലിക കടമകളാണെന്ന് പറയുന്നു. അപ്പം എല്ലാം ശരിയാണ്. അപ്പൊ എല്ലാം ശരി വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സിയിലാണ് എല്ലാം നമ്മൾ എന്തായിട്ട് പറയുന്നത്? എല്ലാം ശരിയാണ് എന്ന് പറയുന്നത്. ഓക്കെ. MKSS എന്ന് പറഞ്ഞാൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ രാജസ്ഥാനിലായിരുന്നു. വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. സ്വത്തവകാശം എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള അവകാശമാണ്, മൗലികാവകാശമല്ല. ബഹുമതികൾ റദ്ദാക്കൽ എന്ന് പറയുന്നത് മൗലികാവകാശത്തിൽ പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ പറയുന്നു. ഓക്കെ. സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്ന് പറയുന്നത് മൗലികാവകാശമാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് മൗലികാവകാശമാണ്. ഗോവധ നിരോധനം എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. ഗോവധ നിരോധനം എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. ഓക്കെ. രാഷ്ട്രത്തിന്റെ വിളംബര പത്രിക എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. രാഷ്ട്രത്തിന്റെ വിളംബര പത്രിക എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യമാണ്. ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത്. ദേശീയ മുദ്രയായിട്ട് അശോക സ്തംഭത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 26. 1950 ജനുവരി 26 ദേശീയ മുദ്രയായിട്ട് അശോക സ്തംഭത്തെ എന്ത് ചെയ്തത്? അംഗീകരിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
31 പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന പ്രക്ഷോഭമായ 1942 ഓഗസ്റ്റ് 9 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ട തീയതി 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നയിച്ച നേതാക്കൾ ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, അരുണ ആസിഫ് അലി എന്നിവർ ചേർന്നായിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ക്വിറ്റ് ഇന്ത്യ 1942 ഡു ഓർ ഡൈ. ഓക്കെ, അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യമാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിട്ട് അറിയപ്പെടുന്ന ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി ഗംഗയെ പോലെ എന്നൊക്കെ പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ കുറിച്ചാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ് അല്ലെ. മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, ക്ഷീണഹൃദയനായ മിതവാദി എന്ന ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ച വ്യക്തി ബാലഗംഗാധര തിലകാണ്. എന്താണ്? ക്ഷീണ ഹൃദയനായ മിതവാദി എന്ന ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ച തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആര്? ബാലഗംഗാധര തിലക്. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ MG റാനഡെയാണ്. MG റാനഡെയാണ്. ആരാണ്? MG റാനഡെയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, സാരേ ജഹാം സെ അച്ച രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാം സെ അച്ച രചിച്ചത്. മുഹമ്മദ് ഇക്ബാൽ ആണ് അല്ലെ. പാകിസ്ഥാന്റെ ദേശീയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ്. പാകിസ്ഥാന്റെ ദേശീയ കവി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ ആണ്. ഓക്കെ, രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ് മുഹമ്മദ് ഇക്ബാൽ. ഓക്കെ, നെഹ്റു ഒരു ദേശസ്നേഹിയും ജിന്ന ഒരു രാഷ്ട്രീയക്കാരനുമാണ് എന്ന പ്രസ്താവന മുഹമ്മദ് ഇക്ബാലിന്റേതാണ്. നെഹ്റു ഒരു ദേശസ്നേഹിയും ജിന്ന ഒരു രാഷ്ട്രീയക്കാരനുമാണ് എന്ന പ്രസ്താവന മുഹമ്മദ് ഇക്ബാലിന്റേതാണ്. ഓക്കെ അല്ലെ? ഡിവൈൻ കോമഡി, ഡാന്റെയുടെ ഡിവൈൻ കോമഡിയുടെ മാതൃകയിൽ ഇക്ബാൽ എഴുതിയ കാവ്യമാണ് ജാവേദ് നാമ. നമുക്കറിയാം ഡാന്റെയുടെ പുസ്തകമാണ് ഡിവൈൻ കോമഡി. അതേ മാതൃകയിൽ ഇക്ബാൽ എഴുതിയ കാവ്യമാണ് ഏത്? ജാവേദ് നാമ. ഏതാണ്? ജാവേദ് നാമ. ക്ലിയർ അല്ലേ? 34ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഗാന്ധിജിയെ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു എന്നുള്ളത് എന്താണ് തന്നിരിക്കുന്നു? അതെന്താണ്? അത് തെറ്റാണ് അല്ലെ. 1929 ഗാന്ധിജി അല്ല അല്ലെ. അപ്പൊ നമുക്കറിയാം ഒന്ന് തെറ്റാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതെന്താണ്? അത് ശരിയാണ് അല്ലെ. അപ്പൊ ഏതാണ്? അത് ശരിയാണ്. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അതും ശരിയാണ്. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമ ലംഘനം പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതേതാണ്? അത് തെറ്റാണ്. അപ്പൊ നമ്മൾ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് 1ഉം 4ഉം അല്ലെ. ഇത് രണ്ടും ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്. പക്ഷേ നമ്മുടെ ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്ന ബന്ധമില്ലാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ്? 1ഉം 4ഉം. ഏതൊക്കെയാണ്? 1ഉം 4ഉം. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് 1ഉം 4ഉം വരുന്നത്. ഓക്കെ അല്ലെ. ഗാന്ധിജി പ്രസിഡന്റായ ഏക കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1924 ബൽഗാം സമ്മേളനത്തിലായിരുന്നു. 1924 ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി പ്രസിഡന്റായ ഏക കോൺഗ്രസ് സമ്മേളനം. ബൽഗാം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് കർണാടകയിലാണ്. ഏതാണ്? കർണാടകയിലാണ് അല്ലെ. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നെഹ്റുവിന്റെ നേതൃത്വത്തിലല്ല, ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് അല്ലെ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ ബഹുജന പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രസ്ഥാനം 1930 അല്ലെ. കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ദണ്ഡി മാർച്ച് ആരംഭിച്ചപ്പോഴാണ്. എന്താണ്? കയ്യൂക്കിനെതിരെയുള്ള ഈ സമരത്തിൽ തനിക്ക് ലോകത്തിന്റെ പിന്തുണ ആവശ്യമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് ദണ്ഡി മാർച്ചിന്റെ ആരംഭത്തിൽ ആയിരുന്നു. ക്ലിയർ അല്ലേ? ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് താരതമ്യപ്പെടുത്തിയത് മോത്തിലാൽ നെഹ്റുവും ഇസ്രയേലികളുടെ പുറപ്പാടിനോട് താരതമ്യം ചെയ്തത് ആരാണ്? PC റേയുമാണ്. ആരാണ്? PC റേയുമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 35ാമത്തെ ചോദ്യമാണ്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്?
നിസ്സഹകരണ പ്രസ്ഥാനം. ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ് 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനത്തിന് അധ്യക്ഷൻ ലാല ലജ്പത് റായ് ആയിരുന്നു. ആരാണ്? ലാല ലജ്പത് റായ്. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ട് 1920 നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സി വിജയ രാഘവാചാരി. അല്ലെ, ഒന്നുകൂടെ പറഞ്ഞു തരാം. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച 1920 കൊൽക്കട്ട പ്രത്യേക സമ്മേളനത്തിന് അധ്യക്ഷൻ ലാല ലജ്പത് റായും നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ട് 1920 നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷൻ സി വിജയ രാഘവ ആചാര്യയും ആയിരുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം, അറിയാൻ പറ്റണം. ഉത്തരം എന്ന് പറയുന്നത് ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം 1928. ആരാണ് നേതൃത്വം കൊടുത്തത് എന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. അല്ലെ, 1918 ഏത് സത്യാഗ്രഹം നടക്കുന്നത്? ഖേദ സത്യാഗ്രഹം നടക്കുന്നത്. ഖേദ സത്യാഗ്രഹത്തിൽ കർഷക സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അല്ലെ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 ഇന്ത്യയിൽ രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. രാഷ്ട്രീയ ഏകതാ ദിവസ് ഒക്ടോബർ 31. ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏതാണ്? ഗുജറാത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്. ആ പ്രതിമയ്ക്ക് നമ്മൾ പറയുന്ന പേര് ഏകതാ പ്രതിമ എന്നാണ് പറയുന്നത്. ഏതാണ്? ഏകതാ പ്രതിമ എന്നാണ് പറയുന്നത്. ഏകതാ പ്രതിമയുടെ ശില്പി എന്നറിയപ്പെടുന്നത് റാം വി സുധർ ആണ്. റാം വി സുധർ ആണ് ഏകതാ പ്രതിമയുടെ ശില്പി. ഏകതാ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ സാധു ബെറ്റ് ദ്വീപ്. സാധു ബെറ്റ് ദ്വീപിലാണ് ഏകതാ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? 37ാമത്തെ ചോദ്യം നോക്കിക്കേ. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുള്ള ആളാണ്, അതുകൊണ്ട് 1 നമുക്ക് എടുക്കാം. 2 ബാലഗംഗാധര തിലക് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ളതായതുകൊണ്ട് നമുക്ക് ബാലഗംഗാധര തിലകനെ എടുക്കാം. ഓപ്ഷൻ 2 എടുക്കാം. എന്നാൽ സുഭാഷ് ചന്ദ്രബോസും ഗോപാലകൃഷ്ണ ഗോഖലെയും എന്താണ് ഹോം റൂൾ പ്രസ്ഥാനവുമായിട്ട് ബന്ധം ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതൊക്കെയുള്ളൂ? 1 1 2 മാത്രം എടുക്കാം. 1 2 വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകും ആനി ബസന്റും ചേർന്നിട്ടാണ്. അല്ലെ, ബാലഗംഗാധര തിലക് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് പൂനെയിലായിരുന്നു 1916 ഏപ്രിലിൽ. ഓക്കെ, ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് അടയാറിലായിരുന്നു. എവിടെയാണ്? തമിഴ്നാട്ടിലെ അടയാറിലായിരുന്നു. അത് 1916 സെപ്റ്റംബറിലായിരുന്നു. 1916 ഏപ്രിലിൽ പൂനെയിൽ ബാലഗംഗാധര തിലകും 1916 സെപ്റ്റംബറിൽ തമിഴ്നാട്ടിലെ അടയാറിൽ ആരായിരുന്നു? ആനി ബസന്റുമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ അല്ലേ? 38ാമത്തെ ചോദ്യമാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ. മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ അല്ലെ, മിന്റോ മോർലി ഭരണപരിഷ്കാരം അല്ലെ. 1909 ഇന്ത്യയിലെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മിന്റോ പ്രഭുവിന്റെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തലവനായിരുന്ന മോർലി പ്രഭുവിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നിയമങ്ങളാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. 1909 അന്നത്തെ വൈസ്രോയി ആയിരുന്ന മിന്റോ പ്രഭുവിന്റെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന മോർലി പ്രഭുവിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നയങ്ങളാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെ. മിന്റോ മോർലി ഭരണപരിഷ്കാരം വഴി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് SP സിൻഹ. ആരാണ്? SP സിൻഹയാണ്. ഓക്കെ, ഇന്ത്യയിൽ സാമുദായിക സംവരണം ആദ്യമായി ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരങ്ങളാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം അല്ലെ. ഇന്ത്യയിൽ സാമുദായിക നിയോജക മണ്ഡലത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടത് മിന്റോ പ്രഭു രണ്ടാമനാണ്. ഓക്കെ അല്ലേ? 39 ഗാന്ധിജി വെടിയേറ്റു മരിച്ച വർഷം നമുക്കറിയാം 1948 ജനുവരി 30. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. ഓക്കെ അല്ലേ?
ഗാന്ധിജിയുടെ ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കിയ ജയിലുണ്ട്. ആ ജയിലിന്റെ പേരെന്ന് പറയുന്നത് അംബാല ജയിലാണ്. ഹരിയാനയിലെ അംബാല ജയിലിലാണ് ഗാന്ധി വധക്കേസിലെ പ്രതികളെ എന്ത് ചെയ്തത്? വധശിക്ഷയ്ക്ക് വിധിച്ചത്. എവിടെയാണ്? അംബാല ജയിൽ. ഓക്കെ അല്ലേ? മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മ്യൂസിയമാണ് ദണ്ഡി കുടീർ. അതെവിടെയാ? ഗാന്ധിനഗറിലാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് ദണ്ഡി കുടീർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 40. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒരു 4 ഗാന്ധിമാരെ പറയാം. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായരാണ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണൻ നായരാണ്. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് AT അരിയരത്നയാണ്. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് AT അരിയരത്നയാണ്. ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആങ് സാങ് സൂചിയാണ്. ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആങ് സാങ് സൂചിയാണ്. ജാപ്പനീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് കഗാവ ടൊയോഹിക്കോയാണ്. കഗാവ ടൊയോഹിക്കോയാണ് ജാപ്പനീസ് ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? 41. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അറിയാം. നമുക്ക് ഉത്തരം അറിയാം. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടുപേര് എന്താണ്? വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടുപേര് വയൽവാരം വീട്. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു അല്ലെ? ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല എന്ന് ഗുരുവിനെ പറ്റി അഭിപ്രായപ്പെട്ടത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആരാണ്? ശങ്കരാചാര്യരാണ്. ആധുനിക ബുദ്ധൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. 2ാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വസുബന്ധു ആണ്. ആരാണ്? വസുബന്ധു എന്ന പുരാതന ബുദ്ധ സന്യാസിയായ വസുബന്ധു ആണ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ക്ലിയർ അല്ലേ? 42. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂരാണ്. എവിടെയാണ്? പയ്യന്നൂരാണ്. 2ാം ബർദോളി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? പയ്യന്നൂരാണ്. 2ാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഓക്കെ. ഉപ്പു സത്യാഗ്രഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച നേതാവാണ് ആര്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ക്ലിയർ അല്ലേ? 43. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMSന്റെ കൃതിയാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നറിയപ്പെടുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് ഏത്? 1.25 കോടി മലയാളികൾ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അല്ലെ? EMSന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്നത് EMSന്റെ കൃതിയാണ്. ഗാന്ധിയും ഗാന്ധിസവും, 1.25 കോടി മലയാളികൾ, കേരളത്തിലെ ദേശീയ പ്രശ്നം, സോഷ്യലിസം, കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ, മാർക്സിസവും മലയാള സാഹിത്യവും, മുൻ മുഖ്യമന്ത്രിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്നിവയെല്ലാം EMSന്റെ പ്രധാന കൃതികളിൽ പെടുന്നതാണ്. ക്ലിയർ അല്ലേ? 44-ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തവയിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി കണ്ടെത്തുക. ബന്ധമില്ലാത്തത് മലബാർ കലാപവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എവിടെയാണ്? ഇവിടെയല്ല, അമൃത്സറില. പഞ്ചാബിലെ അമൃത്സറിലായതുകൊണ്ട് ആരുമായിട്ട് ബന്ധമില്ല, മലബാർ കലാപവുമായിട്ട് ബന്ധമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാല് പിന്നെ വാഗൺ ട്രാജഡി ആരുമായിട്ട് ബന്ധമുണ്ട്? മലബാർ കലാപവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം അറിയാം. 1919 ഏപ്രിൽ 13 നടന്ന സംഭവം ഏതാണ്? അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അതും ഇതിനകത്ത് പെടത്തില്ല. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാർ ആയിരുന്നത് ഏതിനായിരുന്നു? മലബാർ കലാപത്തിനായിരുന്നു എന്ന് പറയുന്നു. അപ്പം ശരിയായിട്ടുള്ളത് 3ഉം 4ഉമാണ്. എന്നാൽ നമുക്ക് വേണ്ടാത്തത് ശരിയല്ലാത്തതായതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. ഉത്തരം ഏതൊക്കെയാ? 1ഉം 3ഉം. അപ്പൊ 1ഉം 3ഉം വരുന്ന ഉത്തരങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ?
മലബാർ കലാപം നടന്ന വർഷം 1921 1921 മലബാർ കലാപം നടക്കുന്നത്. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ടത് ആരാണ്? അലി മുസലിയാറാണ്. അലി മുസലിയാറാണ്. ക്ലിയർ അല്ലേ? മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനായിരുന്നു ആര്? വക്കം അബ്ദുൽ ഖാദർ. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായരാണ്. ഓക്കെ. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ഓക്കെ അല്ലേ? മലബാർ കലാപത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിതയാണ് ആര്? കമ്മത്ത് ചിന്നമ്മ. കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിതയാണ് ആര്? കമ്മത്ത് ചിന്നമ്മ. കമ്മത്ത് ചിന്നമ്മ. അടുത്ത ചോദ്യം. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. അല്ലെ? വിദ്യയിലൂടെ ഉന്നതി നേടുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. വിദ്യയിലൂടെ ഉന്നതി നേടുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. ചാലിയത്തെരുവ് ലഹള നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. 1898 ചാലിയത്തെരുവ് ലഹള നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഇ കെ നായനാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഇ കെ നായനാരാണ്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഇ കെ നായനാർ. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് THP ചെന്താരശ്ശേരിയാണ്. ആരാണ്? THP ചെന്താരശ്ശേരി. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് THP ചെന്താരശ്ശേരി ആണ്. ക്ലിയർ? 46. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അല്ലെ? മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ സംഘടിപ്പിച്ചത്. അല്ലെ? ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ്. BBC-യിൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റ് കമ്പനിയിൽ ആദ്യമായി BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? മന്നത്ത് പത്മനാഭൻ. അല്ലെ? അദ്ദേഹം ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1947 മുതുകുളം പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 47ാമത്തെ ചോദ്യമാണ്. 47ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനാക്രമത്തിലുള്ളത് കണ്ടെത്തുക. കാലഗണനാക്രമത്തിലുള്ളത് കണ്ടെത്തുക. അല്ലെ? അതായത് ആദ്യം നടന്നത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്തിയാൽ മതി. അപ്പൊ ആദ്യം ഇവിടെ നടക്കുന്നത് വൈക്കം സത്യാഗ്രഹം. അതിനുശേഷമാണ് ഇത് നടക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നു. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നു. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നു. 1947 ഏത് നടക്കുന്നു? പാലിയം സത്യാഗ്രഹം നടക്കുന്നു. അപ്പം ഓർഡർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. ഓക്കെ. വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 603 ദിവസമായിരുന്നു. 603 ദിവസമായിരുന്നു. 1924 മുതൽ 1925 വരെയുള്ള 603 കാലഘട്ടമായിരുന്നു ദിവസമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലഘട്ടം. ക്ലിയർ അല്ലേ? പിന്നെ ക്ഷേത്രപ്രവേശന പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രപ്രവേശന പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ്. ഓക്കെ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ മഹാകവി ഉള്ളൂരാണ്. മഹാകവി ഉള്ളൂരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ? പാലിയം സത്യാഗ്രഹം നടക്കുന്നത് 1947 നമ്മൾ പറഞ്ഞു. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1947 ഡിസംബർ മുതൽ 1948 മാർച്ച് വരെയായിരുന്നു. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രമുഖ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ C കേശവനാണ്. ആരാണ്? C കേശവനാണ്. ഓക്കെ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1947 ഡിസംബറിൽ സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ എഴുതിയ മലയാള പത്രമാണ് മലയാള മനോരമ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1947 ഡിസംബറിൽ സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ എഴുതിയ പത്രം മലയാള മനോരമയാണ്. ഓക്കെ അല്ലേ? 48ാമത്തെ ചോദ്യം നോക്കിക്കേ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 ആണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലോട്ട് ഒറ്റയടിക്ക് തന്നെ കയറി വരണം. 1946. ഓക്കെ. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ കെ ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ സുഗതൻ എന്നിവരായിരുന്നു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ.
49. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് സംഭവം? ക്ഷേത്രപ്രവേശന വിളംബരം. ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. ആരാണ് പുറപ്പെടുവിച്ചത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പഠിക്കാൻ തിരുവിതാംകൂർ സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വി സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു. വി സുബ്രഹ്മണ്യ അയ്യർ. സി രാജഗോപാലാചാരി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്നാണ്. എന്താണ്? ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരിയാണ്. അടുത്ത ചോദ്യം 50ാമത്തെ ചോദ്യമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലോട്ട് ഉത്തരം പെട്ടെന്ന് ചാടിക്കേറി വരണം. ഏതാണ് ഉത്തരം? വി ടി ഭട്ടതിരിപ്പാട്. ഏതാണ്? വി ടി ഭട്ടതിരിപ്പാട്. അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് എന്നറിയപ്പെടുന്ന വി ടി ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് ഏത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. എന്താണ്? അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് എന്നറിയപ്പെടുന്ന വി ടി ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് ഏത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലായിരുന്നു. എവിടെയാണ്? തൃശൂർ ജില്ലയിലെ ഇടക്കുന്നി. എവിടെയാണ്? തൃശൂർ ജില്ലയിലെ ഇടക്കുന്നി. ഓക്കെ. 1935 ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കൊടുമുണ്ട കോളനി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വി ടി ഭട്ടതിരിപ്പാട്. കൊടുമുണ്ട കോളനി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വി ടി ഭട്ടതിരിപ്പാട്. ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. ക്ലിയർ ആണല്ലോ? 51ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് ഏത് കായലാണ്? വേമ്പനാട്ട് കായലാണ്. ഏതാണ്? വേമ്പനാട്ട് കായലാണ് അല്ലെ? വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ ഏതൊക്കെയാണ്? ഒന്ന് വല്ലാർപാടം, വെല്ലിംഗ്ടൺ, വൈപ്പിൻ, പാതിരാമണല്, കുമരകം, പെരുമ്പളം, കടമക്കുടി. ഒന്നുകൂടെ പറയാം. വല്ലാർപാടം, വെല്ലിംഗ്ടൺ, വൈപ്പിൻ, പാതിരാമണല്, കുമരകം, പെരുമ്പളം, കടമക്കുടി എന്നിവ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ വൈപ്പിനാണ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് ഏതാണ്? വൈപ്പിനാണ്. ഓക്കെ. ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്ന കായൽ ഏതാ? കൊച്ചി കായലാണ്. ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്ന കായൽ കൊച്ചി കായലാണ്. ഏതാണ്? കൊച്ചി കായലാണ്. ഓക്കെ അല്ലേ? കേരളത്തിലെ 52ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് വെള്ളായണി കായലാണ്. രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം വെള്ളായണി കായലാണ്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാലും വെള്ളായണി കായലാണ്. കേരളത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലയുടെ F ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? അത് ശാസ്താംകോട്ട തടാകമാണ്. ശാസ്താംകോട്ട കായലാണ്. ഓക്കെ അല്ലേ? 53ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. 580 കിലോമീറ്റർ ആണ്. ഓക്കെ. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏതാണ്? കരിക്കിൻ വെള്ളമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം. വന്യജീവി ഉപദേശക ബോർഡ് കേരളത്തിന്റെ ഔദ്യോഗിക തവളയായി തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിച്ച തവള ഏതാണ്? മാവേലി തവള. ഏതാണ്? മാവേലി തവള. മാവേലി തവളയുടെ മറ്റു പേരുകൾ ഏതൊക്കെയാ? പാതാളത്തവള എന്ന് പറയാറുണ്ട്, പന്നിമൂക്കൻ തവള എന്ന് പറയാറുണ്ട്. അതിനെ നമ്മൾ ജീവിക്കുന്ന ഫോസിൽ എന്ന് വിളിക്കാറുണ്ട്. ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന ജീവിയാണ് മാവേലി തവള. ഓക്കെ അല്ലേ? കേരളത്തിന് ഒരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കാനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ കൺവീനർ ആരാണെന്ന് ചോദിച്ചാൽ റാണി ജോർജ്. ആരാണ്? റാണി ജോർജ് ആണ്. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക ഏതാണ്? അറിവോരമാണ്. ഏതാണ്? അറിവോരം. ക്ലിയർ അല്ലേ? 54. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഭാരതപ്പുഴ, പാമ്പാറ്, പിന്നെ ഭവാനി, പെരിയാറ്. ഇതിൽ ഏതൊക്കെയാ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ പ്രധാനമായിട്ടും ഉള്ളത്? 1, 2, 3 പാമ്പാറും ഭവാനിയും. പാമ്പാറും ഭവാനിയും. അപ്പൊ 2, 3 വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാ? കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ അല്ലേ?
അതിന്റെ കൂടെ ഒരു കാര്യം പറയാം. ഹരിത കേരളം പദ്ധതിയിലൂടെ 2017 പുനർജനിച്ച നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് വരട്ടാറാണ്. ഏതാണ്? വരട്ടാറാണ്. 55 ആദ്യത്തെ റെയിൽവേ പാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നതാണ് 1861 മാർച്ച് 12. 1861 മാർച്ച് 12 കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത പ്രവർത്തനം ആരംഭിച്ചത്. 1861 മാർച്ച് 12. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത 1861 പറഞ്ഞു. അതെവിടെ മുതൽ എവിടെ വരെയായിരുന്നു? തിരൂര് മുതൽ ബേപ്പൂര് വരെയായിരുന്നു. 30.5 കിലോമീറ്റർ തിരൂര് മുതൽ ബേപ്പൂര് വരെ അല്ലെ. എന്നാൽ തിരുവിതാംകൂറിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം ആരംഭിച്ചത് 1904 1904 നവംബർ 26. 1904 നവംബർ 26 ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. കേരളത്തെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഏത് ചുരമാണ്? പേരമ്പാടി ചുരമാണ്. ഏതാണ്? പേരമ്പാടി ചുരം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചുരം ഏതാണ്? താമരശ്ശേരി ചുരം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചുരം താമരശ്ശേരി ചുരം. വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 16 പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 16. ഓക്കെ. വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പാൽ ചുരം. ഏതാണ്? പാൽ ചുരം. വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പാൽ ചുരമാണ്. ക്ലിയർ അല്ലേ? 57 മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഭാരതപ്പുഴ. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണെന്നുള്ള ചോദ്യം. ഉത്തരം ഭാരതപ്പുഴ. ഏതാണ്? ഭാരതപ്പുഴ. പാലക്കാടിലെ ചിറ്റൂരിലെ ഭാരതപ്പുഴ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ശോകനാശിനി പുഴ എന്നാണ് അറിയപ്പെടുന്നത്. പാലക്കാടിലെ ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ എന്നാണ് അറിയപ്പെടുന്നത്. ശോകനാശിനി പുഴ, ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴയിലാണ്. മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ചോദ്യം 58 യവനപ്രിയ എന്ന് അറിയപ്പെടുന്ന സുഗന്ധ ദ്രവ്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? കുരുമുളകാണ്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ ദ്രവ്യം ഏതാണ്? കുരുമുളകാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം സംക്ഷേപ വേദാർത്ഥം. ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകം. സംക്ഷേപ വേദാർത്ഥം. ഓക്കെ അല്ലേ? മലയാള ലിപി ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേരള ഉദ്യാനം എന്നുള്ളതാണ്. കേരള ഉദ്യാനം. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകമാണ് ഏത്? ബൈബിൾ വിവർത്തനം. 1811. ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം ബൈബിൾ വിവർത്തനം 1811. എന്നാൽ കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം ഏതാണെന്ന് ചോദിച്ചാലും ബൈബിൾ പരിഭാഷയാണ് 1829. ബൈബിൾ വിവർത്തനം 1829. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 60ാമത്തെ ചോദ്യം. PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഹോക്കിയുടെ ഗോൾ കീപ്പർ ആണ് എന്നുള്ളതായിരുന്നു നമുക്കറിയാം. അപ്പൊ PR ശ്രീജേഷ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ്? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള M ശ്രീശങ്കർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലോങ് ജമ്പ്. ഏതാണ്? ലോങ് ജമ്പ്. സജൻ പ്രകാശ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നീന്തൽ. ഏതാണ്? നീന്തൽ. എൽദോസ് പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ട്രിപ്പിൾ ജമ്പ്. ഏതാണ്? ട്രിപ്പിൾ ജമ്പ്. ക്ലിയർ അല്ലേ? 61ാമത്തെ ചോദ്യം നോക്കിക്കേ. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 24. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 24 ഓക്കെ അല്ലെ? ഇടുപ്പെല്ലിലെ അസ്ഥി അറിയപ്പെടുന്ന പേരെന്താണ്? പെൽവിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇടുപ്പെല്ലിലെ അസ്ഥി അറിയപ്പെടുന്നത് പെൽവിസ് എന്നാണ്. നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 26. നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 26. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം
എണ്ണം എന്ന് പറയുന്നത് 33 മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 29 മനുഷ്യനിലെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 29 തോളെല്ലിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 4 തോളെല്ലിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 4 ക്ലിയർ അല്ലേ? 63 ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാ? റെനെ ലെനെക്ക് ആണ് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ട് നിർമ്മിച്ചത്. റെനെ ലെനെക്ക്. ഓക്കെ അല്ലേ? മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ല്യൂവാൻ ഹൂക്ക് ആണ്. മൈക്രോസ്കോപ്പ് ല്യൂവാൻ ഹൂക്ക്. ECG ആണെങ്കിലോ ECG വില്യം എന്തോവൻ. ECG ആണ് ആര്? വില്യം എന്തോവൻ ആണ് അല്ലെ? പിന്നെ EEG ആണെങ്കിലോ ഹാൻസ് ബെർജൻ ആണ് EEG കണ്ടെത്തിയത്. CT സ്കാൻ കണ്ടെത്തിയത് ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ് CT സ്കാൻ കണ്ടെത്തിയത്. ഓക്കെ അല്ലെ? ഡയാലിസിസ് മെഷീൻ കണ്ടെത്തിയത് വില്യം കോൾഫ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, ക്ലിയർ ആക്കുക. 63 പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ആശ്വാസ കിരണം. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ഏത്? ആശ്വാസ കിരണം. ഏതാണ്? ആശ്വാസ കിരണം പദ്ധതി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? സ്കർവിയാണ്. ഏതാണ്? സ്കർവി. ജീവകം സി സ്കർവിയാണ്. ഓക്കെ. 65ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണെന്നുള്ള ചോദിച്ചിരിക്കുന്നത് ചിക്കൻ ബോക്സ്, മലമ്പനി, കുഷ്ഠം, കോളറ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഉത്തരം ഏതാണ്? കോളറ. ഏതാണ്? കോളറയാണ്. ഏതാണ്? ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിരതയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. എന്താണ് ആരോഗ്യം എന്ന് പറയുന്നത്? ക്ലിയർ അല്ലേ? രോഗങ്ങൾ പകരുന്ന വിധങ്ങൾ ഏതൊക്കെയാ? സ്പർശനത്തിലൂടെ, മലിനമായ ആഹാരം, ജലം, അല്ലെങ്കിൽ ചുമ, തുമ്മൽ, ജന്തുക്കളിലൂടെ, അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങളിലൂടെ, വസ്ത്രങ്ങളിലൂടെ എന്നിവയിലൂടെയാണ് എന്താണ് രോഗങ്ങൾ പകരുന്നത് അല്ലെ? നമുക്ക് എന്താണ് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? 66ാമത്തെ ചോദ്യമാണ്, ആഗോള താപനത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണെന്ന് ചോദിച്ചാൽ, ആഗോള താപനത്തിന് കാരണമല്ലാത്ത ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നൈട്രജൻ ആണ്. ഏതാണ്? നൈട്രജൻ ആണ് അല്ലെ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 67, കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വെണ്ടയുടെ സങ്കര ഇനമാണ് ഏത്? കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ. ക്ലിയർ അല്ലേ? എന്നാല് നമുക്ക് നോക്കാം. ഈ സൂര്യ, നീലിമ, ശ്വേത, ഹരിത, വൈശാലി, വിശാല്, ഗുൽമോഹർ, നവീൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഏതിന്റെ സങ്കര ഇനമാണെന്ന് ചോദിച്ചാൽ വഴുതനയുടെ സങ്കര ഇനമാണ്. ഓക്കെ അല്ലേ? KAU ലോക്കൽ, ഇന്ദു എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുമ്പളങ്ങയാണ്. ഏതാണ്? KAU ലോക്കൽ, ഇന്ദു എന്നിവ കുമ്പളങ്ങയാണ്. മുരിക്കോട് ലോക്കൽ എന്നറിയപ്പെടുന്നത് വെള്ളരിയാണ്. മുരിക്കോട് ലോക്കൽ, വെള്ളരി. കൗമുദി, ഹരിശ്രീ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പടവലമാണ്. കൗമുദി, ഹരിശ്രീ, പടവലം. അനന്തൻ എന്നറിയപ്പെടുന്ന സങ്കര ഇനം ഏതാണെന്ന് ചോദിച്ചാൽ കൂണാണ്. അനന്തൻ, കൂൺ. 68, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ അല്ലേ? വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ വട്ടവടയിലാണ്. എന്താണ്? വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ വട്ടവടയിലാണ്. എവിടെയാണ്? വട്ടവട. സുഗന്ധ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്താണ്. സുഗന്ധ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചിയിലെ പാലാരിവട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര ജലവിഭവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്താണ്. കേന്ദ്ര ജലവിഭവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്താണ്. കുന്നമംഗലം. ക്ലിയർ? 69, പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്?
അഗർവാൾ ആണ്. ആരാണ് ആരംഭിച്ചത്? അനിൽ അഗർവാൾ ആണ് ആരംഭിച്ചത്. എന്താണ്? പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? അനിൽ അഗർവാൾ ആണ്. ആരാണ്? അനിൽ അഗർവാൾ ആണ്. 70 സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അല്ലെ? സൈരന്ത്രി വനം എന്നറിയപ്പെട്ടിരുന്ന ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. സൈരന്ത്രി വനം, സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ആണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ് ആണ്. സൈലന്റ് വാലി എന്ന കവിത എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ സുഗതകുമാരിയാണ്. സൈലന്റ് വാലി എന്ന കവിത രചിച്ചത് സുഗതകുമാരിയാണ്. അല്ലെ? മദ്രാസ് സർക്കാർ സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് 1914ലാണ്. മദ്രാസ് സർക്കാർ സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത് 1914ലാണ്. 1914ലാണ്. 71 ഇരുമ്പിന്റെ ധാതു അല്ലാത്തത്. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് ഓപ്ഷൻ എ കാണുമ്പോഴേ മനസ്സിലാകാം ബോക്സൈറ്റ് എന്നുള്ളതാണ് ഉത്തരം. അല്ലെ? അപ്പം ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏതിന്റെ ധാതുവാണ്? അലുമിനിയത്തിന്റെ ധാതുവാണ് ഏതെന്ന് പറയുന്നത് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിലെ പ്രധാന അപദ്രവ്യം എന്ന് പറയുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ്. സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് ആണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് ഇരുമ്പിന്റെ അയിരാണ്. അത് അയൺ പൈറൈറ്റ്സ് ആണ്. വെള്ളിയുടെ അയിര് ഏതാണെന്ന് ചോദിച്ചാൽ ലൂണാർ കാസ്റ്റിംഗ് ആണ്. വെള്ളിയുടെ അയിര് ലൂണാർ കാസ്റ്റിംഗ് ആണ്. അല്ലെ? റോസ് മെറ്റൽ എന്നറിയപ്പെടുന്ന ലോഹസങ്കരം സോൾഡർ ആണ്. റോസ് മെറ്റൽ എന്നറിയപ്പെടുന്ന ലോഹസങ്കരമാണ് സോൾഡർ. ഏതാണ്? സോൾഡർ. ക്ലിയർ അല്ലേ? 72 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ഏതെല്ലാമാണ് എന്നുള്ളത് നോക്കാം. ഉത്തരം ഏതാണ്? ശരിയായത് ബിത്തിയോനൽ ആന്റിസെപ്റ്റിക് ആണ് എന്ന് തന്നിരിക്കുന്നു. അത് ശരിയാണ്. സെക്വനാൽ ആന്റിസെപ്റ്റിക് ആണെന്ന് തന്നിരിക്കുന്നു. അത് തെറ്റാണ്. ഫീനോൾ ഡിസിൻഫെക്റ്റന്റ് ആണെന്ന് പറയുന്നു. അത് ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉം വരുന്നത്. അപ്പൊ ഓപ്ഷൻ 1ഉം 3ഉം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, ക്ലിയർ ആക്കുക. ഓക്കെ അല്ലേ? 73 ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2n² ആണ്. അല്ലെ? അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. ഏതാണ്? 2n² ആണ്. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് എന്നാണ്. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് എന്നാണ്. ഓർബിറ്റ് എന്ന ആശയം കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ഓർബിറ്റ് എന്ന ആശയം കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ഓക്കെ അല്ലേ? ഓരോ ഓർബിറ്റുകൾക്കും നിശ്ചിത അളവ് ഊർജ്ജം ഉണ്ടായിരിക്കും. ഈ ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ എന്നാണ് പറയുന്നത്. ഊർജ്ജ നിലകൾ എന്നാണ് പറയുന്നത്. ഒരു ആറ്റത്തിലെ ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ K, L, M, N എന്നിവയാണ് ഒരു ആറ്റത്തിലെ ഷെല്ലുകളായിട്ട് അറിയപ്പെടുന്നത്. 74 ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് അല്ലെങ്കിൽ ഏതെല്ലാമാണ്? ശരിയല്ലാത്തത് ഏതെല്ലാമാണ് അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? ശരിയല്ലാത്തത് ഏതാണെന്ന് ഉള്ളതാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി അല്ലെങ്കിൽ മോസ്ലി ആണെന്ന് പറയുന്നു. അതെന്താണ്? അത് ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീവ് ആണെന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു എന്ന് തന്നിരിക്കുന്നു. അതെന്താണ്? അത് തെറ്റാണ്. അല്ലെ? സോറി, അത് ശരിയാണ്. ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ എന്ത് തന്നിരിക്കുന്നു? വർഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അല്ലെ? പിന്നെ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു എന്ന് തന്നിരിക്കുന്നു. അതെന്താണ്? അത് തെറ്റാണ്. അപ്പം ഇതുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ 2ഉം 4ഉമാണ്. 2ഉം 4ഉമാണ് ബന്ധമില്ലാത്തതെന്ന് വരുന്നത്. ബാക്കി രണ്ടും ശരിയായതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 2ഉം 4ഉം ആയതുകൊണ്ട് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അല്ലെ? മൂലകങ്ങളെ വർഗീകരിക്കാൻ ടെല്ലൂറിക് ഹെലിക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ചാൻ കോർട്ടോയിസ്. ആരാണ്? ചാൻ കോർട്ടോയിസ്. അല്ലെ? മൂലകങ്ങളെ വർഗീകരിക്കാൻ ത്രികങ്ങൾ ആവിഷ്കരിച്ചത് ഡോബറൈനർ ആണ്. ആരാണ്? ഡോബറൈനർ ആണ്. ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് ആവിഷ്കരിച്ചത് ഡോബറൈനർ ആണ്. ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് ദിമിത്രി മെൻഡലീവ് ആണ്. ക്രമാവർത്തന നിയമം ആവർത്തിച്ചത് മെൻഡലീവ് ആണ്. ദിമിത്രി മെൻഡലീവ് ആണ്. ക്ലിയർ അല്ലേ? 75 ജലം, ഹൈഡ്രജൻ,
പെറോക്സൈഡ് എന്നീ ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ -3 ആണ്. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എന്ന് പറയുന്നത് -3 ആണ്. എത്രയാണ്? -3 ആണ്. 76 ബലത്തിന്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ന്യൂട്ടൺ ആണ് അല്ലെ. ബലത്തിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡൈൻ ആണ്. ബലത്തിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആണ്. ഓക്കെ അല്ലെ. ഊർജത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ജൂള്. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് ആണ്. ഓക്കെ അല്ലെ. ക്ലിയർ. അടുത്ത ചോദ്യം 77 ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? സൂര്യനാണ്. ഏതാണ്? സൂര്യനാണ്. സൗരയൂഥത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ പ്രോക്സിമ സെഞ്ചുറിയാണ്. സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ഓറിയോൺ ആം എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഓറിയോൺ ആം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം 78 മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? വികിരണം. ഏതാണ്? വികിരണം. മാധ്യമത്തിന് സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? വികിരണം. ഏതാണ്? വികിരണം അല്ലേ. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്നത് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ വഴിയാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്നത് സംവഹനം വഴിയാണ്, കൺവെക്ഷൻ വഴിയാണ്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുമ്പോൾ താപം അനുഭവപ്പെടുന്നതിന് കാരണം റേഡിയേഷൻ, വികിരണമാണ് കാരണം. ക്ലിയർ അല്ലേ? 79 താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണെന്ന് നോക്കാം. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം എന്ന് പറയുന്നത് ദോലനത്തിന് ഉദാഹരണമാണ്, ഓസിലേഷന് ഉദാഹരണമാണ്. ഊഞ്ഞാലിന്റെ ചലനം എന്ന് പറയുന്നതും ദോലനത്തിന് ഉദാഹരണമാണ്. വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചലനം എന്ന് പറയുന്നത് ദോലനത്തിന് ഉദാഹരണമാണ്. എന്നാൽ സൂര്യന് ചുറ്റും മറ്റു ഗ്രഹങ്ങൾ ചലിക്കുന്നത് എന്ന് പറയുന്നത് ഏതാണ്? ദോലനത്തിന് ഉദാഹരണമല്ലാത്തത് കൊണ്ട് ഉത്തരം എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം അറിയപ്പെടുന്ന പേരാണ് ഏത്? ദോലനം എന്ന് പറയുന്നത്. ഒരു വസ്തു കറങ്ങുമ്പോൾ അതിന്റെ അക്ഷം ആ വസ്തുവിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അത്തരം ചലനം അറിയപ്പെടുന്ന പേര് ഭ്രമണം എന്നാണ്. ഭ്രമണം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വസ്തു കറങ്ങുമ്പോൾ അതിന്റെ അക്ഷം ആ വസ്തുവിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അത്തരം ചലനം അറിയപ്പെടുന്ന പേരാണ് ഭ്രമണം എന്ന് അറിയപ്പെടുന്നത്. ഭൂമി തന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഏതിന് ഉദാഹരണമാണ്? ഭ്രമണത്തിന് ഉദാഹരണമാണ്. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന്റെ പുറത്താണെങ്കിൽ അത്തരം ചലനം അറിയപ്പെടുന്ന പേരാണ് പരിക്രമണം. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന്റെ പുറത്താണെങ്കിൽ അത്തരം ചലനം അറിയപ്പെടുന്ന പേരാണെന്ത്? പരിക്രമണം. അപ്പൊ ഉദാഹരണം, ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഏതിന് ഉദാഹരണമാണ്? പരിക്രമണത്തിന് ഉദാഹരണമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 80ാമത്തെ ചോദ്യമാണ്. പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഗ്ലാസ് ഷീറ്റ്, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. അതായത് പ്രത്യേകത എന്ന് പറയുന്നത് ഗ്ലാസ് ഷീറ്റിൽ കൂടി പ്രകാശം നേരെ സഞ്ചരിക്കുന്നു. നേരെ കോൺവെക്സ് ലെൻസിൽ വന്നു കഴിയുമ്പോൾ കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യുന്നു? അവിടെ കൺവേർജ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഒരു പോയിന്റിലോട്ട് ആക്കാൻ വേണ്ടി ശ്രമിച്ച് അതുകൊണ്ടാണ് ഇവിടെ ഒരു ബെൻഡിങ് ഉണ്ടാകുന്നത്. ഈ ബെൻഡ് ചെയ്ത് വരുന്ന പ്രകാശരശ്മി എന്ന് പറയുന്നത് വീണ്ടും കോൺകേവ് ലെൻസിലോട്ട് വരുന്നു. കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഒരു ബിന്ദുവിലോട്ട് കേന്ദ്രീകരിക്കാതെ പല സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡ് ആക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ആരോ കാണിച്ചിരിക്കുന്നു. നേരെ മുകളിലോട്ട് അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആയി പോകുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇവിടെ മാധ്യമത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസ് ആണ് ഏത്? കോൺവെക്സ് ലെൻസ്. മധ്യത്തിൽ കനം കൂടുതലായിരിക്കും. എന്നാൽ വക്കുകളിൽ എന്ത് കുറവായിരിക്കും? കനം കുറവാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേര് കോൺവെക്സ് ലെൻസ് എന്ന് പറയും. മധ്യത്തില് കനം കുറവും വക്കുകളിൽ കനം കൂടുതലുമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരെന്താണ്? കോൺകേവ് ലെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? കോൺവെക്സ് ലെൻസ് പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുകയാണ്
ചെയ്യുന്നത്. എന്നാൽ കോൺകേവ് ലെൻസുകൾ പ്രകാശരശ്മികളെ പരസ്പരം എന്ത് ചെയ്യുന്നു? അകറ്റുന്നു. ഓക്കെ അല്ലേ? നേത്ര ലെൻസ് എന്നറിയപ്പെടുന്നത് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. നേത്ര ലെൻസ് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാവുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാലും നമ്മുടെ ഉത്തരം ഏതാണ്? ബൈ ഫോക്കൽ ലെൻസ് ആണ്. ഹ്രസ്വദൃഷ്ടിയെയും ദീർഘദൃഷ്ടിയെയും ഒരുമിച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ലെൻസ് ആണ് ഏത്? ബൈ ഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യപേപ്പറിലെ 80 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2022 10th പ്രിലിംസിന്റെ 6ാമത്തെ സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു 6 ദിവസത്തെ ക്ലാസ്സോട് കൂടി 2022 10th പ്രിലിംസിന്റെ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരു സെറ്റ് ഓഫ് ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓരോ ദിവസവും ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.